ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിലെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളൊക്കെ മോശം പ്രകടനം കാഴ്ചവെച്ചാണ് കടന്നുപോയത്. ഇപ്പോൾ നിഫ്റ്റി 50 തന്നെ കഴിഞ്ഞ ഒരാഴ്ച മാത്രം 2.54% ആണ് താഴത്തേക്ക് വന്നത്. ഇപ്പോൾ നിഫ്റ്റി 50യേക്കാൾ വലിയ തകർച്ച നമ്മൾ കാണുന്നത് മിഡ് ക്യാപ് സ്റ്റോക്കുകളിലൊക്കെയാണ്. മിഡ് ക്യാപ് 150 ഇൻഡെക്സ് 3.45% താഴത്തേക്ക് വന്നതായിട്ട് കാണാം. ഇതുപോലെ നിഫ്റ്റി സ്മോൾ ക്യാപ്പിലും വലിയ ഒരു തകർച്ചയാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായത്. 3.39% അവിടെയും ഡൗൺ ആയതായിട്ട് കാണാം. ഇപ്പോൾ നിഫ്റ്റി 50 2.54% ഒരു 1 വീക്കിൽ താഴോട്ടേക്ക് വന്നത് അതിന് പ്രധാനമായ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളത് 3 പ്രധാനപ്പെട്ട സ്റ്റോക്കുകളാണെന്ന് കാണാം. ഇപ്പോൾ റിലയൻസിന്റെ മാത്രമായിട്ട് 4% താഴത്തേക്ക് വന്നിട്ടുണ്ട്. HDFC ബാങ്കും ഏകദേശം 4% താഴത്തേക്ക് വന്നു. അതേപോലെ ICICI ബാങ്കും 3.27% താഴത്തേക്ക് വന്നിരുന്നു. അപ്പോൾ ഈ 3 സ്റ്റോക്കുകളും ചേർന്നുകൊണ്ട് ഏകദേശം 28% ഒരു വെയിറ്റേജ് ആണ് നിഫ്റ്റിയിലുള്ളത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സ്റ്റോക്കുകൾ തകരുമ്പോൾ നിഫ്റ്റി വലിയ തോതിലേക്ക് താഴത്തേക്ക് വരും. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ ആഴ്ച നിഫ്റ്റിയിലുണ്ടായ 500 പോയിന്റിന്റെ ഇടിവ് അതിൽ ഏകദേശം 200 പോയിന്റോളം ഈ 3 സ്റ്റോക്കുകളായിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നിഫ്റ്റിയുടെ മൊത്തത്തിലുള്ള കഴിഞ്ഞ 8 ആഴ്ചകളിലുള്ള ഒരു വീക്കിലി കാൻഡിൽ നമ്മൾ പരിശോധിച്ചാൽ ഇതിൽ 7 കാൻഡിലുകളും റെഡിലാണ് ക്ലോസ് ചെയ്യുന്നത് കാണാം. ഒരേ ഒരു കാൻഡിൽ മാത്രമാണ് ഗ്രീനിൽ വന്നത്. അപ്പോൾ GST റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു അനൗൺസ്മെന്റ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ആ ഒരു മൂവിന്റെ ഭാഗമായിട്ട് ചില സെക്ടറുകളിൽ ഒരു റിക്കവറിയുടെ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട സെക്ടർ FMCG ആണ്. FMCG കഴിഞ്ഞ ആഴ്ച 0.29% മാത്രമാണ് താഴത്തേക്ക് വന്നത്. അതുപോലെ ഇത്ര വീക്കായിട്ടുള്ള മാർക്കറ്റായിട്ടും കൺസ്യൂമർ ഡ്യൂറബിൾസ് ഡിസ്ക്രിഷണറി ആ ഒരു മേഖലയിലും 0.42% മാത്രമാണ് താഴത്തേക്ക് വന്നത്. അപ്പോൾ ആ GST റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ ഈ സ്റ്റോക്കുകളിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫെൻസീവ് സെക്ടറുകളിലുള്ള സ്റ്റോക്കുകൾ മാത്രമാണ് ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് മറ്റ് മേജർ സെക്ടറുകളെല്ലാം നിഫ്റ്റിയെ പോലെ തന്നെ ആനുപാതികമായിട്ട് താഴത്തേക്ക് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിഫ്റ്റിയേക്കാൾ കൂടുതലായിട്ടുള്ള ഇടിവ് പല സെക്ടറുകളിൽ നമുക്ക് കാണാം. അപ്പോൾ ലാസ്റ്റ് ഫ്രൈഡേ നടന്ന ട്രേഡിംഗ് ഡേയിൽ റിലയൻസിന്റെ AGMുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രഖ്യാപനങ്ങൾ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള യഥാർത്ഥത്തിലുള്ള ഒരു റിക്കവറി റിലയൻസ് സ്റ്റോക്കിൽ നെക്സ്റ്റ് വീക്കിൽ ഉണ്ടാകുമോ എന്ന് സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്നുണ്ട്. അതേപോലെ ഇന്ത്യയുടെ GDP ഡാറ്റയും വളരെ എക്സലൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് മാർക്കറ്റിന്റെ എസ്റ്റിമേഷനെ വലിയ തോതിലാണ് ബീറ്റ് ചെയ്തിരിക്കുന്നത്. പല അനലിസ്റ്റുകളും പ്രതീക്ഷിച്ചത് 7% താഴെയുള്ള ഒരു GDP ആയിരുന്നു. പക്ഷേ ഇത് 7% മുകളിലാണ് GDP പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച നമ്മുടെ മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്നത് ഈ ഒരു റിലയൻസ് സ്റ്റോക്കും അതേപോലെ തന്നെ മൊത്തത്തിൽ ഈ GDP എത്രമാത്രം ഇമ്പാക്ട് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാക്കി എന്നുള്ളതുമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ട്രംപ് റിലേറ്റഡ് ആയിട്ടുള്ള ആ താരിഫ് ഇഷ്യൂ എല്ലാ പോസിറ്റീവ് വാർത്തകളെയും മായ്ച്ചു കളയുന്ന രീതിയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. കാരണം മൊത്തത്തിൽ ഏകദേശം $45 ബില്യൺ ഒരു എക്സ്പോർട്ട് ഡാമേജ് ആണ് ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാക്കിയിട്ടുള്ളത്. ഉദാഹരണത്തിന് ടെക്സ്റ്റൈൽ സെഗ്മെന്റ്, എക്യുപ്മെന്റ് മാനുഫാക്ചേഴ്സ്, മെറ്റൽസ്, ഓട്ടോ, സീ ഫുഡ് തുടങ്ങിയ മേഖലകളിൽ മേജർ ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് ഈ താരിഫ് തീർച്ചയായിട്ടും ഷോർട്ട് ടേമിൽ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നാൽ IT സെഗ്മെന്റിലും ഫാർമ സെഗ്മെന്റിലും താരിഫിന്റെ ഇമ്പാക്റ്റ് ഇല്ലെങ്കിലും അവിടെ സെന്റിമെന്റൽ ആയിട്ടുള്ള ഓവറോൾ നെഗറ്റിവിറ്റി ഈ 2 സെക്ടറിനെയും ബാധിച്ചത് കൊണ്ട് തന്നെ ഇവിടെയും ഡൗൺ ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ട്രംപ് താരിഫ് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഡാമേജ് കാരണം അമേരിക്കയിലെ ഇന്ത്യൻ പ്രൊഡക്റ്റുകൾക്ക് അതിൻ്റെ ആ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഇല്ലാതായിരിക്കും. ഇപ്പോൾ ചൈന, വിയറ്റ്നാം, ഇന്തോനേഷ്യ, ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യയേക്കാൾ വളരെ കുറവ് താരിഫാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അവിടെ ഈ രാജ്യങ്ങളോട് മത്സരിക്കാൻ ഇന്ത്യൻ എക്സ്പോർട്ട് പ്രൊഡക്റ്റുകൾ കഴിയില്ല. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ് പല മെഷേഴ്സും എടുക്കുന്നുണ്ട്. ഇപ്പോൾ ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടിയിട്ട് പല രാജ്യങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിൽ ഇന്ത്യ ഗവൺമെൻറ് ഏർപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ സെഗ്മെന്റിലെ റിലീഫിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതേപോലെ ആഭ്യന്തരമായിട്ടുള്ള കൺസംഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള GST റിഫോംസ് പോലെയുള്ള കാര്യങ്ങളും കൊണ്ടുവരുന്നു. പക്ഷേ ഇത്തരം മെഷേഴ്സൊക്കെ ഉണ്ടായാൽ പോലും നിയർ ടേമിൽ സ്വാഭാവികമായിട്ടും ഈ താരിഫ് ഇഷ്യൂ നമ്മുടെ മാർക്ക് വിപണിയിൽ ചെറിയ ഡാമേജ് തീർച്ചയായിട്ടും ഉണ്ടാക്കും. കാരണം ഇൻവെസ്റ്റേഴ്സിന്റെ സെന്റിമെന്റ്സ് നേരിയ തോതിൽ ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഫിയർ സോണിലായിരുന്നു 4 ട്രേഡിംഗ് ഡേയിൽ ഉണ്ടായിരുന്നത്. 5ാമത്തെ ട്രേഡിംഗ് ഡേ അത് എക്സ്ട്രീം ഫിയർ സോണിലേക്ക് വന്നതായിട്ട് കാണാം. സ്വാഭാവികമായിട്ടും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ചെറിയ തോതിലെങ്കിലും പാനിക് ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ആ ഒരു സ്ട്രാറ്റജികൾ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മൾട്ടി അസറ്റ് അലോക്കേഷൻ സ്ട്രാറ്റജികളായിരിക്കും കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യാൻ സാധ്യത. പ്രത്യേകിച്ച് സ്റ്റേബിൾ അസറ്റുകളായിട്ടുള്ള ഗോൾഡ്, സിൽവർ അതല്ലെങ്കിൽ ഡെറ്റ് ഫണ്ടുകളിലേക്കൊക്കെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഡൈവേർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു സെക്ടർ എന്ന് പറയുന്നത് ഓട്ടോ സെക്ടറാണ്.
കാരണം ഓട്ടോ സെയിൽസ് ഡാറ്റ അടുത്താഴ്ച വരും. ഒരു ഫെസ്റ്റിവൽ സീസണോട് അടുത്ത് നിൽക്കുന്ന ഒരു സമയമായതിനാൽ പൊതുവെ ബെറ്റർ ആവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് ഓട്ടോ സെഗ്മെൻറ്റ് തീർച്ചയായിട്ടും നമ്മൾ നെക്സ്റ്റ് വീക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു സെക്ടറായിട്ട് മാറിയിരിക്കുകയാണ്. ഓട്ടോ സെഗ്മെൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത, എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ഓട്ടോ സെഗ്മെൻറ്റിൽ ഓട്ടോ ആക്സിലറി കമ്പനികളും അതുപോലെ ടാറ്റ മോട്ടോഴ്സ് പോലെയുള്ള 2-3 കമ്പനികൾ മാത്രമാണ് US എക്സ്പോർട്ടുമായിട്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ബാധിക്കുകയുള്ളൂ. കൂടാതെ 25% എന്നുള്ള അഡീഷണൽ താരിഫ് ഈ ഓട്ടോ സെഗ്മെന്റിൽ ഏർപ്പെടുത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ട്രംപ് താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് പൊതുവെ കുറഞ്ഞ ഒരു സെക്ടറായിട്ടാണ് ഓട്ടോ സെഗ്മെന്റ് നമ്മൾ നിലവിൽ കാണുന്നത്. അടുത്ത ആഴ്ച വരാൻ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം GST കൗൺസിൽ മീറ്റിംഗ് ആണ്. അത് സെപ്റ്റംബർ 3-4 തീയതികളിലാണ് ന്യൂഡൽഹിയിൽ നടക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുള്ള റെക്കമെൻഡേഷൻസ് തീർച്ചയായിട്ടും അവിടെ റിവ്യൂ നടക്കും. പ്രത്യേകിച്ച് അതൊരു ഹൈ ലെവൽ മീറ്റിംഗ് ആണ് GSTയുമായി സംബന്ധിച്ചിടത്തോളം. കാരണം എല്ലാ സ്റ്റേറ്റിലുള്ള ഫിനാൻസ് മിനിസ്റ്റേഴ്സും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ അവിടെ തീർച്ചയായിട്ടും ഒരു ഫ്രെയിം വർക്ക് രൂപപ്പെട്ടു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം, നിലവിൽ ഈ 2 സ്ലാബുകളിലാണ് വരാൻ പോകുന്നത്. അതായത് 5%-ൻ്റെയും 18%-ൻ്റെയും സ്ലാബുകൾ. അപ്പോൾ ഇതിൽ ഏതെല്ലാം പ്രൊഡക്റ്റുകളാണ് ഏതെല്ലാം സെക്ടറുകളിലേക്ക് മാറുക എന്നത് തീർച്ചയായിട്ടും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇൻഷുറൻസ് സെഗ്മെൻറ്റൊക്കെ 5%ലേക്ക് വരികയാണെങ്കിൽ അത് ആ സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളിൽ വമ്പിച്ച ഒരു റാലിക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ ഏതൊക്കെ പ്രൊഡക്റ്റുകൾ ഏതൊക്കെ മേഖലയിൽ മാറുന്നതിനനുസരിച്ചിട്ടുള്ള ചില വളറ്റിലിറ്റി തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിൽ അടുത്ത ആഴ്ചകളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. ഇനി ഗ്ലോബൽ ക്യൂസ് നോക്കുകയാണെങ്കിൽ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ പല താരിഫായിട്ടുള്ള പല കാര്യങ്ങളും അത് ഇലീഗലാണെന്ന് US ഫെഡറൽ അപ്പീൽ കോർട്ട് വിധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ട്രേഡ് മാറ്റേഴ്സിൽ പ്രസിഡന്റിന്റെ റോൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ കോടതികൾ ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രമാത്രം ആക്ഷൻ എടുക്കാൻ മാത്രം ഉള്ള അധികാരം പ്രസിഡന്റിന് ഉണ്ടോ എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ എങ്കിൽ പോലും തീർച്ചയായിട്ടും അവിടെ ഡൊണാൾഡ് ട്രംപിന് സമയമുണ്ട്. അവർക്ക് സുപ്രീം കോർട്ടിൽ പോയിട്ട് ഈ ഒരു ട്രംപ് താരിഫുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ലീഗലായിട്ടുള്ള ഒരു വിധി വാങ്ങിച്ചെടുക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരാം. കൂടാതെ US മാർക്കറ്റിൽ അടുത്ത മാസം ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന് പൊതുവെ 80-90% അനലിസ്റ്റുകൾ പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 25 ബേസിസ് പോയിന്റിന്റെ ഒരു റേറ്റ് കട്ട് ആയിരിക്കാം. തീർച്ചയായിട്ടും അത് നമ്മുടെ മാർക്കറ്റിലും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാതെ US റിലേറ്റഡ് ആയിട്ടുള്ള USന്റെ മാക്രോ ഡാറ്റകൾ, അതിൻ്റെ PMI റിപ്പോർട്ടുകൾ, അതുപോലെ ജോബ്ലെസ് ക്ലെയിംസ്, പേറോൾസ്, അൺഎംപ്ലോയ്മെൻറ്റ് ഫിഗേഴ്സ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ തീർച്ചയായിട്ടും അത്തരം ഡാറ്റ ഡ്രിവൺ എക്കണോമി ആയതുകൊണ്ട് തന്നെ US മാർക്കറ്റിൻ്റെ ഓരോ അപ്പ് ആൻഡ് ഡൗൺസും നമ്മുടെ മാർക്കറ്റിലും ചലനങ്ങൾ പൊതുവെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ FIIസിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിംഗ് ആണ്. നമുക്കറിയാം ഇന്ത്യൻ റുപ്പി വളരെ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡോളറിനെതിരെയുള്ള അതിൻ്റെ വാല്യൂ ഇപ്പോൾ ഓൾ ടൈം ഹൈയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ 88.17 എന്നുള്ള ലെവലിലാണ് നമ്മളിപ്പോൾ റുപ്പിയുടെ വാല്യൂ ഡോളറിനെതിരെ കാണുന്നത്. 2024 സെപ്റ്റംബർ 1 83.75 നിലയിൽ ട്രേഡ് ചെയ്ത റുപ്പിയാണ് ഇപ്പോൾ 88 എന്ന ലെവലിൽ എത്തിയിരിക്കുന്നത്. ഏകദേശം 5% ഒരു വീക്ക്നെസ് ആണ് റുപ്പിയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യാഘാത നേരിടുക ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ആണ്. കാരണം അവർ ഡോളറിൽ കഴിഞ്ഞ വർഷം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അവരുടെ ആ ഒരു ഇൻവെസ്റ്റഡ് മണി 5% ഓൾറെഡി ലോസ് ആയിരിക്കുകയാണ്. ഇത് കൂടാതെ നമ്മുടെ ഏർണിങ്സ് റിപ്പോർട്ട് കുറഞ്ഞതും താരിഫ് റിലേറ്റഡ് ആയിട്ട് GDPക്ക് ഉണ്ടാക്കുന്ന ആഘാതവും ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ FIയുടെ മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് കയ്യിലുള്ളതെല്ലാം വിറ്റുപൊറുക്കിക്കൊണ്ട് സ്ഥലം വിടുക എന്നുള്ളതാണ് അവരുടെ ഒരു സ്ട്രാറ്റജി. അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ശരിയാണ് താനും. ഓൾറെഡി റുപ്പി വീക്ക് ആയതുകൊണ്ട് 5% ലോസിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കൂടുതൽ ഡാമേജ് ഉണ്ടാകാതിരിക്കണമെങ്കിൽ അവർ തീർച്ചയായിട്ടും പിൻവലിക്കും. പക്ഷെ അത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ലോസാണ് മറ്റൊരു രീതിയിൽ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നിലവിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ ഇൻഡെക്സ് ഓപ്ഷനിലും അതുപോലെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലുമൊക്കെ FIIs വലിയ ഷോർട്ട് പൊസിഷൻ ഇപ്പോഴും നിൽക്കുകയാണ്. അവർ മൊത്തത്തിൽ ബിയറിഷ് ആയിട്ട് തന്നെയാണ് മാർക്കറ്റിൽ നിൽക്കുന്നത്. അപ്പോൾ ബിയറിഷ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ സ്വാഭാവികമായിട്ടും ഒരു റിക്കവറി എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നിഫ്റ്റിയുടെ ടെക്നിക്കൽ ലെവൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ 24,337 എന്നുള്ള ഒരു ലെവലിലാണ് ഒരു സപ്പോർട്ട് നിൽക്കുന്നത്. ഈ ലെവല് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഡാമേജ് ഉണ്ടാക്കും. 24,200 അല്ലെങ്കിൽ 24,100 ലെവലിലേക്കൊക്കെ നിഫ്റ്റി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് 200 മൂവിങ് ആവറേജിന് അടുത്തായിട്ട് വരും. അപ്പോൾ അടുത്തൊരു സപ്പോർട്ട് പിന്നീട് എടുക്കേണ്ടത് 200 മൂവിങ് ആവറേജ് ലെവലിലാണ്. എന്നാൽ ഈ ഒരു GST റിഫോംസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോസിറ്റീവ് മൊമെൻറ്റം അത് ഇന്ത്യൻ മാർക്കറ്റിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു റിക്കവറിക്ക് സാധ്യത നൽകുന്നുണ്ടെങ്കിൽ, അതുപോലെ ഇപ്പോൾ വന്ന GDP ഡാറ്റകളും
ഇത് കൂടാതെ ഈ താരിഫ് റിലേറ്റഡ് ആയിട്ട് ഇന്ത്യ USA തമ്മിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നെഗോഷിയേഷൻ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റിൽ പോസിറ്റീവായിട്ട് വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ 24,500 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് ഒരു 24,700 എന്നുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിന് ഒരു റിക്കവറി സാധ്യതയുണ്ടതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഗ്ലോബൽ ക്യൂസും ഡൊമസ്റ്റിക് ക്യൂസും നല്ല രീതിയിൽ വന്നാൽ മാത്രമേ ഒരു റിക്കവറിക്ക് സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൂടി നമ്മൾ നെക്സ്റ്റ് വീക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി IPO റിലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ IPOയുടെ ആ ഒരു ബൂമ് മെല്ലെ മെല്ലെ കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നിലവിൽ 2 IPOകളുടെ ക്ലോസിങ് കഴിഞ്ഞ ആഴ്ച നടന്നു കഴിഞ്ഞു. അതിൻ്റെ ലിസ്റ്റിംഗ് നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ 3-ാം തീയതി ആയിരിക്കും. ഇപ്പോൾ ആൻലോൺ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഫാർമ സ്റ്റോക്കിൻ്റെ IPO ക്ലോസ് ചെയ്തിരിക്കുകയാണ്. 121 ഇഷ്യൂ സൈസുള്ള ഈ ഒരു ചെറിയൊരു IPO ആണിത്. ഇതിൻ്റെ ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2% ഒരു ലിസ്റ്റിംഗ് ഗെയിൻ മാത്രമേ അവിടെ കാണാൻ കഴിയുന്നുള്ളൂ. അതുപോലെ വിക്രാൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സ്റ്റോക്കും അതിൻ്റെ ഒരു ലിസ്റ്റിംഗ് പ്രതീക്ഷിക്കുന്നതും സെപ്റ്റംബർ 3-നാണ്. 772 കോടിയുള്ള കുറച്ചും കൂടി വലിയൊരു IPO ആണ്. അവിടെയും ഗ്രേ മാർക്കറ്റ് പ്രീമിയം 6% എന്ന ലെവലിലാണ് നമ്മൾ കാണുന്നത്. അത് ഒരു 6% ഒരു ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യത മാത്രമാണ് അവിടെ ഉള്ളൂ. അതുപോലെ പുതുതായിട്ട് മാർക്കറ്റിൽ നെക്സ്റ്റ് വീക്ക് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഒരേ ഒരു മെയിൻ ബോർഡ് IPO മാത്രമേ ഉള്ളൂ. അത് അമന്ത ഹെൽത്ത് കെയറിൻ്റെതാണ്. 126 കോടി ഇഷ്യൂ സൈസുള്ള ഈ ഒരു IPO സെപ്റ്റംബർ 1-നാണ് ഓപ്പൺ ആകുന്നത്. സാധാരണ ഇതിൽ കഴിഞ്ഞ മാസങ്ങളിൽ നല്ല തോതിൽ IPOകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ ഇത് പെട്ടെന്ന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടതുപോലെ IPOകളൊക്കെ നിന്നിരിക്കുന്നു. കാരണം മാർക്കറ്റ് ബിയറിഷ് ആവുന്ന സമയത്ത് പൊതുവെ IPOകളും പുറകോട്ട് പോകാറുണ്ട്. കാരണം അവർക്ക് ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യത തീരെ കുറയും, സബ്സ്ക്രിപ്ഷൻ കുറയും, അത് വലിയ നഷ്ടം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഈ അമന്ത ഹെൽത്ത് കെയറിൻ്റെ പ്രൈസ് ബാൻഡ് നമ്മൾ കാണുന്നത് 120, 126 എന്നുള്ള പ്രൈസിലാണ് അത് വരാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽസ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് കാണുന്നത്. കാരണം PE വളരെ ഹൈ ആയിട്ടാണ് നിൽക്കുന്നത്. കൂടാതെ ഈ കമ്പനി നല്ല ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 2-ൽ കൂടുതലാണെന്നും കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രമാത്രം ഒരു വീക്ക് ഫണ്ടമെൻ്റൽസ് ഉള്ള ഒരു കമ്പനി അതിൻ്റെ IPO പ്രൈസ് ഇത്ര ഉയരത്തിൽ കൊണ്ട് നിർത്തിയത് തീർച്ചയായിട്ടും അത്രമാത്രം മാർക്കറ്റ് അതിനോട് പോസിറ്റീവ് പ്രതികരിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. അതുകൊണ്ട് ഇതൊരു അത്ര പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു IPO ആയിട്ട് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.